ഹലോ എവരിവൺ, ജാപ്പനീസ് ടെക്നിക്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഈസിയായി ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇന്നത്തെ എൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് 13 × 21 ആണ്. 13 × 21. ഓക്കെ, നിങ്ങൾക്ക് ഇത് മിറർ ഇമേജ് ആയി കാണുന്നുണ്ട് തോന്നുന്നു അല്ലേ? ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമ്മൾക്ക് 13 ലൈൻസ് ആണ് ജാപ്പനീസിൽ യൂസ് ചെയ്യണത്. സോ നമുക്ക് 13 എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. 1 1 2 3. ദിസ് ഇസ് കോൾഡ് 13. ആൻഡ് നമുക്ക് വരയ്ക്കേണ്ടത് 21 ആണ്. 21 നമുക്ക് വരയ്ക്കേണ്ടത് 1 2 ആൻഡ് 1 21. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു ഷേപ്പ് കിട്ടണം. ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, അപ്പോൾ ഇത് എന്താ പറയുക, 1സിൻ്റെ പ്ലേസ്, 10സിൻ്റെ പ്ലേസ്, 100ൻ്റെ പ്ലേസ് ഇങ്ങനെ വരണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എത്ര ക്രോസ് വരുന്നുണ്ട്. 1 2. സോ 2 1 2 3 4 5 6 7 7 1 2 3 3 273 is the answer. റൈറ്റ് ആണോ എന്ന് നമ്മുടെ നോർമൽ മെത്തേഡ് വഴി ഒന്ന് ചെയ്ത് നോക്കൂ. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ 32 × 12 എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. 32 × 12 എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വേദിക് മാത്സ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ജാപ്പനീസ് ടെക്നിക്ക് ഒരിക്കലും വേദിക് മാത്സിൻ്റെ പാട്ടല്ല, പക്ഷേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സ് വഴിയാണ് വേദിക് മാത്സ് പഠിച്ചു പോകുന്നത്. പോലെ തന്നെ അബാക്കസിൻ്റെ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. അബാക്കസിൻ്റെ ക്ലാസ്സിൻ്റെ എൻക്വയറീസും എടുക്കാവുന്നുണ്ട്. ബി സ്മാർട്ടിൽ മെൻഡൽ മാത്സിൻ്റെ അബാക്കസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻക്വയറി ചെയ്യാനുള്ള നമ്പർ 7560908799. താങ്ക് യു, ബൈ.